ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മെക്കാനിക്സിലെ മൊമെന്റം, ഇമ്പൾസ് ആൻഡ് കൊളിഷൻസ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 4 വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ക്ലാസ്സിൽ കൺസർവേഷൻ ഓഫ് മൊമെന്റ് എന്ന് പറഞ്ഞ ആ ഒരു ടോപ്പിക്കിന്റെ പ്രോബ്ലം സൈഡാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം കൺസർവേഷൻ ഓഫ് മൊമെന്റ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് നമുക്ക് എന്താവണം, ക്ലിയർ ആകണം. ഓക്കെ, കൺസർവേഷൻ ഓഫ് മൊമെന്റ് എന്ന് പറഞ്ഞാലൊന്നുമില്ല, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു ഒബ്ജക്റ്റ് ആക്ട് ചെയ്യുന്ന നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെന്നുണ്ടെങ്കിൽ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും കേട്ടോ. മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതായിരുന്നു, ഒരു വർഷം കൂടി ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പ്രോബ്ലം എഴുതിയെടുത്തോളി. എ പേഴ്സൺ ഹോൾഡ് റൈഫിൾ ഓഫ് മാസ് mr equal to 3 kg loosely. It can recoil freely. He fires a bullet of mass mb equal to 5 gram horizontally with a velocity vbx is equal to 300 meter per second with respect to ground. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എ, ഫൈൻഡ് ദ recoil velocity vrx of the rifle. ക്വസ്റ്റ്യൻ ബി, ഫൈനൽ momentum and kinetic energy of the bullet and rifle. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് തന്ന കാര്യങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഒന്ന് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ഒരു റൈഫിൾ ഉണ്ട്. റൈഫിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു തോക്ക്. ഓക്കെ, ചെറിയൊരു തോക്ക്, അതാണ് റൈഫിള്. റൈഫിളില് അതിന് എത്ര വെലോസിറ്റി, അതായത് 8 കിലോഗ്രാം മാസ് ഓഫ് റൈഫിളിനെ നമുക്ക് എന്ത് വിളിക്കാം, mr എന്ന് വിളിക്കാം. അപ്പം mr ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുള്ളത്, 3 കിലോഗ്രാം ആണുള്ളത്. 3 കിലോഗ്രാം. ഓക്കെ, അതേപോലെ തന്നെ അത് ലൂസ്ലി പിടിച്ചിരിക്കുകയാണ് കേട്ടോ അയാള്. പേഴ്സൺ ഹോൾഡ് റൈഫിൾ ഓഫ് മാസ് mr equal 3 കിലോഗ്രാം ലൂസ്ലി. ഇറ്റ് ക്യാൻ റീകോയിൽ ഫ്രീലി. അതിനെന്ത് ചെയ്യാൻ പറ്റും, ബാക്കോട്ട് പോരാൻ പറ്റും. റീകോയിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഒബ്ജക്റ്റ് അല്ല, ഒരു ഗണ്ണ് നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ബുള്ളറ്റ് മുമ്പോട്ട് പോകുമ്പോൾ ന്യൂട്ടന്റെ തേർഡ് ലോ പ്രകാരം മുമ്പൊക്കെ ഒരു ആക്ഷൻ ഉണ്ടാകുമ്പോൾ അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. അത് ഗണ്ണുമ്പോഴാണ് വരിക. ഓക്കെ, ബുള്ളറ്റ് മുമ്പോട്ട് പോകും, ഗണ്ണ് നേരെ ഒരു ചെറിയൊരു വെലോസിറ്റിയിൽ ബാക്കോട്ട് വരും. ലൂസിലി പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വെലോസിറ്റി ഉണ്ടാവും. എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ ഗണ്ണ് റീകോയിൽ ആവാതെ പരമാവധി പിടിച്ചു വെക്കും. അതാണ് ആ ഒരു ഗണ്ണ് ബാക്കോട്ടേക്ക് വരും. ഓക്കെ, ആ വരുന്ന ഉണ്ടാകുമ്പോ ഉള്ള ചെറിയൊരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി ആണ് എന്ത്, റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത്, വേറൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇറ്റ് ക്യാൻ റീകോയിൽ ഫ്രീലി എന്ന് പറഞ്ഞത് അതാണ്. He fires a bullet of mass mb equal to 5 gram. അതായത് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബുള്ളറ്റ് ഫയർ ചെയ്തിട്ടുണ്ട്. ബുള്ളറ്റ് എന്താണ്, ബുള്ളറ്റിന്റെ മാസ് നമുക്ക് mb എന്ന് വിളിക്കാം. mb ഈക്വൽ ടു എന്താണ്, 5 ഗ്രാം ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, 5 ഗ്രാം. ഹൊറിസോണ്ടലാണ് ബുള്ളറ്റ് പോകുന്നത്. നമ്മൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ തന്നെയാണ് ബുള്ളറ്റും ഗണ്ണൊക്കെ നിൽക്കുന്നത്. വിത്ത് എ വെലോസിറ്റി vbx is equal to 300 meter per second. അതായത് vbx എന്ന് പറഞ്ഞാലൊന്നുമില്ല, ഈ ഒരു ഗണ്ണ് എന്താണ്, വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് എന്നാണ് vb എന്ന് പറയുന്നത്. x എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ആക്സിസ് ഡയറക്ഷനിലാണ് ഈ ഒരു ഒബ്ജക്റ്റ് നീങ്ങുന്നത്, അല്ലെങ്കിൽ ബുള്ളറ്റ് നീങ്ങുന്നത്. അതുകൊണ്ടാണ് vbx എന്ന് പറയുന്നത്. അപ്പൊ vb എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ്, x എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിലാണ്. x എന്ന് എടുക്കണമെന്നൊന്നുമില്ല, vb എന്ന് വിളിച്ചാൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, വെലോസിറ്റിന്റെ ഡയറക്ഷൻ എത്രയാണ്, 300 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് നിൽക്കുന്ന ഒരാൾ വെച്ചിട്ട് എത്രയാണ്, 300 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചത് എന്താണ്, ഫൈൻഡ് ദ റീകോയിൽ വെലോസിറ്റി vrx എന്ന് ചോദിച്ചത്. അതായത് vr, അതായത് റീകോയിൽ വെലോസിറ്റി ഓഫ് ദി റൈഫിൾ. ഓക്കെ, റീകോയിൽ വെലോസിറ്റി അല്ലെങ്കിൽ റൈഫിളിന്റെ വെലോസിറ്റി അത് എക്സ് ആക്സിസിലാണ്ട് vrx വിളിച്ചു, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലം ചെയ്തു പോകാം. ഓക്കെ, അപ്പൊ ആ ഒരു പിക്ചർ ഒന്നുകൂടി ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിൽ എന്തുണ്ട്, 100 മീറ്റർ പെർ സെക്കൻഡ് ബുള്ളറ്റ് ഫയർ ചെയ്തുകൊണ്ടിരിക്കുക, അത് ഫയർ ചെയ്തു. ഓക്കെ, കൺസർവേഷൻ ഓഫ് മൊമെന്റ് പ്രകാരം മൊമെന്റ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് ഒരു പ്രോസസ്സ് നടക്കുന്നതിന് മുമ്പ് ഒരു ഒബ്ജക്റ്റിന്റെ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 0 ആണെന്നുണ്ടെങ്കിൽ വിചാരിച്ചു. 0 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ,
സംതിങ് നോട്ട് ചേഞ്ച്, അതായത് ഒന്നും ചേഞ്ച് ചെയ്യാതെ നിൽക്കുന്ന സാധനമാണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന സാധനം. അപ്പൊ സീറോ എന്ന് പറഞ്ഞാലും അതൊരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സീറോ അത് ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മാത്രമേ പരിഗണിച്ചാൽ മതി. ഓക്കെ, അതായത് അതിന്റെ മൊമെന്റ് ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, പരിഗണിച്ചാൽ മതി. അപ്പൊ നമ്മള് ഇനിഷ്യലി ഇപ്പൊ ഗണ്ണിന്റെ കേസിന് എടുത്തോളൂ, ഗണ്ണിനെ അങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ മൊമെന്റ്, ബുള്ളറ്റിന്റെ മൊമെന്റ് സീറോ ആണ്, ഗണ്ണിന്റെ മൊമെന്റ് സീറോ ആണ്. അപ്പൊ ഫയർ ചെയ്ത് കഴിഞ്ഞാലും ഗണ്ണിന്റെയും ബുള്ളറ്റിന്റെയും രണ്ടും കൂടി ആഡ് ചെയ്താൽ അതിന്റെ മൊമെന്റ് എന്തായിരിക്കണം, സീറോ ആയിരിക്കണം. ഓക്കെ, ഇനിഷ്യലി എന്തുകൊണ്ടായിരിക്കും അതിന്റെ മൊമെന്റം സീറോ ആയത്? കാരണം ബുള്ളറ്റ് നീങ്ങണില്ല, അതേപോലെ ഗണ്ണും നീങ്ങണില്ല, രണ്ടിന്റെ വെലോസിറ്റി സീറോ ആണ്. അപ്പൊ എം ഇൻറ്റു ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊമെന്റം കിട്ടില്ല. അപ്പൊ രണ്ടും സീറോ ആണ്, രണ്ടിലും സീറോ ആണ്. അപ്പൊ ഫയർ ചെയ്യും, നമ്മൾ ഇവിടെ നിന്ന് ഫയർ ചെയ്യാണ്, ഇത് അവിടെ നിന്ന് ഫയർ ചെയ്തു. അപ്പൊ ഒരു വെലോസിറ്റിയിൽ എന്ത് ചെയ്തു, ഈ ഒരു ബുള്ളറ്റ് മുന്നോട്ട് നീങ്ങി കഴിഞ്ഞാൽ അവിടെ ആർക്ക് മൊമെന്റ് സീറോ ആക്കണം, നാച്ചുറലി അത് സീറോ ആക്കണം. അപ്പോഴേ മൊമെന്റ് കൺസേർവ് എന്ന് പറയാൻ പറ്റുള്ളൂ. എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആര് സീറോ ആക്കും, ഈ ഒരു ഗണ്ണ് ബാക്ക് നീങ്ങിയിട്ട് ഈക്വലിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു മൊമെന്റിനെ കൊടുക്കും. അപ്പൊ എന്താ, രണ്ടും കൂടി പരസ്പരം ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണ് അവിടെ റീകോയിൽ വെലോസിറ്റി വരുന്നത്. ആ റീകോയിൽ വെലോസിറ്റിനെ തടുക്കും. നമ്മൾ മുറിക്കാന് പിടിച്ചതെന്നുണ്ടെങ്കിൽ ആ റീകോയിൽ വെലോസിറ്റി നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താവൂല, അവിടെ മൊമെന്റ് കൺസർവ്ഡ് ആവൂല. അപ്പൊ നമ്മളൊരു ഫോഴ്സ് വെച്ചിട്ട് ആ ഒരു ഗണ്ണ് ഇങ്ങനെ ബാക്കിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ താങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പൊ അവിടെ മൊമെന്റ് കൺസർവ്ഡ് ആവില്ല. അപ്പൊ നമ്മൾ ഫ്രീലി പിടിച്ചേക്കുകയാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പൊ അവിടെ മൊമെന്റ് കൺസർവ്ഡ് ആവും, കാരണം എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഫ്രീലി പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത്. നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നില്ല എന്ന് ക്വസ്റ്റ്യനിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയാണ്, അതുകൊണ്ടാണ് അവിടെ റീകോയിൽ വെലോസിറ്റി വരുന്നത്. ഓക്കെ, സീറോ ആക്കണം. ഓക്കെ, ഈക്വലിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൊമെന്റ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് അതേ എം ബി, ഇതേ ഭാഗത്തേക്ക് അതിന് ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് സീറോ ആവും. അതാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി കൊടുക്കാം. എന്താണ്, ടോട്ടൽ മൊമെന്റം ബിഫോർ ദ പ്രോസസ് പ്ലസ് ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ദി പ്രോസസ് ഈക്വൽ ടു സീറോ. ഓക്കെ, അതെങ്ങനെയൊക്കെയാണ് വരിക? അതായത് ഫസ്റ്റ് തന്നെ മാസ് ഇൻറ്റു വെലോസിറ്റി. എന്തിന്റെ മാസിന്റെ വെലോസിറ്റി? റൈഫിളിന്റെ. അതിനെ എം ആർ എന്ന് വിളിച്ചു, വി ആർ എന്ന് വിളിച്ചു. അത് രണ്ട് എക്സ് ഡയറക്ഷനിലാണെന്നല്ലോ. അപ്പം വി ആർ എക്സ് എന്ന് വിളിച്ചു. മാസിന് ഡയറക്ഷൻ ഒന്നുമില്ല, വെലോസിറ്റിക്ക് മാത്രമേ ഡയറക്ഷൻ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ എക്സ് ആക്സിസ് ഉള്ളത്. സാധാരണ എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ ഉപയോഗിക്കുന്നത് ഡയറക്ഷൻ പറയാനാണ്. അപ്പൊ വെലോസിറ്റിക്ക് മാത്രം എന്ത് കൊടുത്താൽ മതി, എക്സ് കൊടുത്താൽ മതി. ഈ ഒരു സാധനം പിടിച്ച് അടിയിക്കാണ് പിടിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാനത്തോട്ട് പിടിക്കണമെന്നുണ്ടെങ്കിൽ വൈ ആക്സിസ് എടുക്കണം വേണ്ടത്. അപ്പം എന്ത് വരും, വി ആർ വൈ വരും. അത്രേ ഉള്ളൂ. നിങ്ങൾ ആക്സിസ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ഇവിടെ അലോങ് വെലോസിറ്റീസ് അലോങ് ദി എക്സ് ഡയറക്ഷൻ എന്ന് ക്വസ്റ്റ്യൻ ജസ്റ്റ് മെൻഷൻ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ വി ആർ എക്സ് എഴുതി. പ്ലസ് പിന്നെന്തും കൂടെ നമ്മൾ പരിഗണിക്കണം, ഈ ഒരു ബുള്ളറ്റിന്റെ പരിഗണിക്കണം. അപ്പൊ റൈഫിളിന്റെ പിന്നെ എം ബി വി ബി എക്സ് ഡയറക്ഷനിൽ. ഓക്കെ, ഇതാണ് ഇതിന്റെ മൊമെന്റം. ഓക്കെ, റൈഫിളിന്റെ എം ആർ ഇൻറ്റു വി ആർ എക്സ് എന്ന് പറഞ്ഞാല് ഇത് എന്തിന്റെ മൊമെന്റ് ആണ്, റൈഫിളിന്റെ മൊമെന്റ് ആണ്. അതേപോലെ എം ബി വി ബി എക്സ് അതെന്തിന്റെ മൊമെന്റ് ആണ്, ബുള്ളറ്റിന്റെ മൊമെന്റ് ആണ്. അത് ഈക്വൽ ആണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇനിഷ്യലി ഉള്ള കേസാണ് ഞാൻ പറയുന്നത്. ഇനിഷ്യലി ഉള്ള കേസ് പറഞ്ഞാൽ നമ്മൾ ഗണ്ണ് ഫയർ ചെയ്തിട്ടില്ല, ഫയർ ചെയ്യണതിന് മുമ്പുള്ള കേസാണ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു 1 ഇട്ട് കൊടുക്കാം, വി ആർ 1. അതേപോലെ വി ആർ എക്സ് 1. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കുക, എം ബി 1 അല്ലെങ്കിൽ വി ബി എക്സ് 1 ഇട്ട് കൊടുക്കാം. ഇതെന്താണ് ഈ 1 സൂചിപ്പിക്കുന്നത്, ഫയർ ചെയ്യണതിന്റെ മുമ്പുള്ള കാര്യമായതുകൊണ്ടാണ് അവിടെ 1 സൂചിപ്പിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മുകളിൽ എഴുതി കൊടുത്താലും മതി. ബിഫോർ ദ പ്രോസസ് എന്താണ്, എം ആർ വി ആർ പ്ലസ് എം ബി വി ബി ഈക്വൽ ടു എന്തായിരിക്കും, ബാക്കിയുള്ള നമ്മൾ കാര്യങ്ങൾ എഴുതി കൊടുക്കുക. അത് ഈക്വൽ ആയിരിക്കണം എന്ത്, ആഫ്റ്റർ ദി പ്രോസസ്, പ്രോസസ്സിന് ശേഷവും ഈ ഒരു സെയിം മൊമെന്റ് ആണ് കാണണം. അപ്പോഴല്ലേ കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം പ്രോസസ്സിന്റെ മുമ്പും സെയിം മൊമെന്റ് ആണ്, പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം വെടിവെക്കുന്നതിന് മുമ്പും ഒരു മൊമെന്റം, വെടി വെച്ചതിന് ശേഷം വേറൊരു മൊമെന്റം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കോൺസ്റ്റന്റ് ആണ്, അവിടെ മാറി.
ഓക്കെ, ഇപ്പൊ 2 ആണെന്നുണ്ടെങ്കിൽ മാറി. ഇനി അഥവാ വെക്കുന്നതിന് മുമ്പ് 0, വെച്ചതിന് ശേഷം 0, അപ്പൊ രണ്ട് സെയിം മൊമെന്റങ്ങളാണ്. അപ്പൊ ഇത് വെക്കുന്നതിന് മുമ്പുള്ള കാര്യം പറയുന്നത് അത് ഈക്വൽ ആക്കണം വെച്ചതിന് ശേഷവും, അതുകൊണ്ടാണ് ഞാൻ അവിടെ ഈക്വൽ ഇട്ടത്. ഓക്കെ, അപ്പം എന്താണ് MR2 എന്ന് കൊടുക്കുക, കാരണം പ്രോസസ്സിന് ശേഷമാണ്. പിന്നെ എന്താണ് VRX2 എന്ന് കൊടുത്തു. പ്ലസ് ഇതിപ്പോ എന്തിനു മാത്രമായിട്ടുള്ളൂ, റൈഫിളിന്റെ മാത്രമായിട്ടുള്ളൂ, ബുള്ളറ്റിന് പരിഗണിക്കണം, അതായത് വെച്ചതിന് ശേഷമുള്ളത്. അപ്പൊ ബുള്ളറ്റിന് പരിഗണിക്കുമ്പോ എന്താ വരും, ബുള്ളറ്റിന് പരിഗണിക്കുമ്പോൾ MB2 VBX2 ഇങ്ങനെയാണ് നമ്മളെ ഇക്വേഷൻ വരിക. അപ്പൊ ഇങ്ങനെ കൺസർവേഷൻ മൊമെന്റിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ഫിഗർ വരക്കുക, എന്താണ് കണ്ടുപിടിക്കേണ്ടത് നോക്കുക, ആ ഒരു ഇക്വേഷൻ ഇവിടെ ഇട്ടുകൊടുക്കുക. ഒരു പ്രോസസ്സിന് മുമ്പുള്ളത് ഈക്വൽ ആണ്, ഒരു പ്രോസസ്സിന് ശേഷമുള്ളത് ഇങ്ങനെ എഴുതി കൊടുക്കുക. എന്തായാലും രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട് നമ്മുടെ ക്വസ്റ്റ്യനില്. ഓക്കെ, ചിലപ്പോൾ ബോള് ബാറ്റ് ചെയ്യണേക്കാരം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു രണ്ട് ഒബ്ജക്റ്റുകൾ കൊളൈഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വിട്ടുപോകുന്നതോ ഒക്കെ ഈ കാരം നമുക്ക്. അപ്പം ദ ഇനിഷ്യൽ മൊമെന്റം ഈക്വൽ ടു ഫൈനൽ മൊമെന്റം എന്ന് എഴുതുക. അതാണ് ചുരുക്കി പറഞ്ഞാൽ അവിടെ എഴുതിയത്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എന്ത് കൊടുക്കണം, ഇതിലുള്ള ഓരോ വാല്യൂ കൊടുക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, VRX ആണ്, VRX2. കാരണം വെടി വെച്ചതിന് ശേഷമെങ്കിൽ, വെടി വെച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈക്വൽ വെലോസിറ്റി കിട്ടുള്ളൂ. അപ്പൊ ഇത് ഈ ഒരു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തിനു ശേഷമുള്ള വെലോസിറ്റിയാണ്, വെടി വെച്ചതിന് ശേഷമുള്ള വെലോസിറ്റിയാണ്. അപ്പൊ ഇത് 2ന്റെ ഭാഗത്തുള്ള, അതായത് VRX2, ഈ ഒരു സാധനമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്തെടുക്കുക, MR1 RX1 ഇനീഷ്യലി എന്തായിരിക്കും, ഈ ഒരു വെലോസിറ്റി 0 ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, റൈഫിളിന്റെ വെലോസിറ്റി ആണുള്ളത്. ഇനീഷ്യലി 1 എന്ന് പറഞ്ഞ ഭാഗത്ത് ഇനീഷ്യൽ ആണ് കേട്ടോ. അപ്പം ഇനീഷ്യലി എന്താണ്, ആ ഒരു റൈഫിളിന്റെ വെലോസിറ്റി 0 ആണ്. അതുകൊണ്ട് ഈ ഒരു വാല്യൂ മുഴുവത്തിന് എന്തായി പോകും, 0 ആയി പോകും. പിന്നെ മാസ് ഓഫ് ദി ബുള്ളറ്റ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ്, അത് എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. കാരണം എന്താണ്, ഇനീഷ്യലി വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ് എന്താണ്, 0 ആണ്. അപ്പൊ ഈ ഒരു ക്വാണ്ടിറ്റി മുഴുവൻ എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. ഓക്കെ, കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ വെലോസിറ്റി ഉണ്ട്, രണ്ടിനും വെലോസിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനത്തെ കുറിച്ച് ഇങ്ങോട്ട് ഇടാം കേട്ടോ. ഇവിടെ ഒക്കെ 0 ആയിട്ടോ, അതായത് MR2 VRX2 ഈക്വൽ ടു മൈനസ്, ഈ ഒരു സാധനത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഇതിന് ഈക്വലിറ്റിന്റെ പുറത്ത് കൊണ്ടുവന്നാൽ ഈ പോസിറ്റീവ് എന്തായിട്ട് മാറും, നെഗറ്റീവ് ആയിട്ട് മാറും. MB2 VBX2 എനിക്ക് കണ്ടത് VRX2 അല്ലേ, അതുകൊണ്ട് ഈ MR2 അടിയിൽ കൊണ്ടുപോവാം. അപ്പൊ VRX2 ഈക്വൽ ടു മൈനസ് MB2 into VBX2 all divided by എന്ത് വരും, MR2 എന്ന് വരും. ഓക്കെ, which is equal to എന്താ വരാ, MB2 എന്ന് പറഞ്ഞാല് മാസ് ഓഫ് ദി ബുള്ളറ്റ് ആഫ്റ്റർ എന്താണ് കൊളിഷൻ, അതായത് മാസ് മാറില്ല. നമ്മൾ ആഫ്റ്റർ കൊളിഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, 2ന്റെ ഒന്നും ആവശ്യമില്ല. MB എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. which is equal to മൈനസ് ഉണ്ട്, മാസ് ഓഫ് ദി ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 5 gram ആണ്. പക്ഷെ നമ്മൾ SI യൂണിറ്റ് ആവുമ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, കിലോഗ്രാം ഒക്കെ മാറ്റണം. ഗ്രാമിന് എങ്ങനെയാണ് കിലോഗ്രാം ഒക്കെ മാറ്റുക, കിലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിക്കും കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കിലോ എന്ന് പറഞ്ഞാല് 1000 എന്നാണ് അർത്ഥം അല്ലെ. നമ്മൾ കിലോമീറ്റർ കിട്ടിയിട്ടുണ്ടാവും, കിലോമീറ്റർ പറഞ്ഞാല് 1000 മീറ്റർ ആണ് ഒരു കിലോമീറ്റർ. ഓക്കെ, അതേപോലെ 1000 gram ആണ് ഒരു കിലോഗ്രാം. അപ്പൊ നമുക്ക് എന്നിട്ട് 5 gram എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് നമുക്ക് ഇതിനെ എന്ത് ചെയ്താം, 10⁻³ എന്ന് എഴുതാം. കാരണം 1 2 3 0 അതുകൊണ്ട് 10⁻³ എന്ന് എഴുതാം. അതാണ് കിലോഗ്രാം. എന്താണ് ഈ ഗ്രാം നമ്മൾ എന്ത് ചെയ്യാൻ പോണ്, കിലോഗ്രാം ആക്കാൻ പോവാണ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് ആൾക്ക് സംശയമുള്ളതാണ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണോ ഡിവൈഡ് ചെയ്യണോ എന്നൊക്കെ കാര്യങ്ങൾ. അപ്പൊ ജസ്റ്റ് ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഗ്രാം ആണോ കിലോഗ്രാം ആണോ വലുത്, കിലോഗ്രാം ആണ്. കാരണം 1000 gram ആണ് എന്ത്, കിലോഗ്രാം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഗ്രാമിനെ കിലോഗ്രാംക്ക് മാറ്റുമ്പോൾ ഈ ഒരു വാല്യൂ കുറയോ കൂടുവോ അത് നോക്കിയാൽ മതി.
കുറയൂലേ? കാരണം എന്താണ്, 1000 ഗ്രാം കിട്ടിയെങ്കിലേ നമുക്ക് 1000 ഗ്രാം കിട്ടിയെങ്കിൽ 1 കിലോഗ്രാം എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ വെറും ചെറിയൊരു 5 ഗ്രാം മാത്രമേ ഉള്ളൂ. അപ്പം കിലോഗ്രാമുക്ക് മാറ്റുമ്പോൾ വേറെ ചെറിയൊരു സംഖ്യ കിട്ടുള്ളൂ. ഓക്കെ, ഒരു സംഖ്യ നമ്മൾ ചെറുതാക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടി വരിക? അതിനെ ഡിവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടി വരിക. അതേപോലെ സംഖ്യ വലുതാക്കുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ. ഏത് കാര്യം അങ്ങനെയാണല്ലോ, മൾട്ടിപ്പിൾ എമൗണ്ട് ഓഫ് സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ വലുതായിരിക്കും, ഡിവൈഡ് ചെയ്യുക, കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളൊക്കെ ചെറുതായിരിക്കും. അപ്പൊ ഈ സംഖ്യ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ എന്താണ്, 5 ഗ്രാം നമ്മൾ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ 10⁻³ ഡിവൈഡ് ചെയ്യണം. അപ്പൊ 5 / 10⁻³ എന്ന് വരും. അത്രയും കിലോഗ്രാം ആണ് വരിക. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഒരു 10⁻³ മുകൾക്ക് ഇടുക. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു 5 × 10⁻³ എന്നായിട്ട് മാറും. -3 കിലോഗ്രാം ആയിട്ട് മാറും. ഓക്കെ, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തൊക്കെയാണ് ചെയ്തത്. ആ ഒരു 10⁻³ മുകൾക്ക് ഇട്ട് കഴിഞ്ഞാല് +3 എന്നുള്ളത് -3 ആവും. ആ കാര്യം മാത്രം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇവിടെ എന്താണ്, × 10⁻³ എന്നിട്ട് കൊടുക്കുന്നത്. ഇനി 5 / 1000 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കൺഫ്യൂഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ -5 × 10⁻³ ഓക്കെ. പിന്നെ എന്താണത്? VB2, വെലോസിറ്റി ഓഫ് ദി ബുള്ളറ്റ് ആഫ്റ്റർ എന്താണ്, ഫയറിങ്. അപ്പൊ എന്താണ്, VB2 എന്ത് 300 ആണ്, × 300 ഡിവൈഡഡ് ബൈ എത്ര വരാം? MR എന്താണ് 2. MR2 പറഞ്ഞാൽ റൈഫിളുടെ മാസ് ആണ്. ഓക്കെ, MR എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. MR എത്രയാണ്? 3 കിലോഗ്രാം ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് വരിക? -0.5 എന്താണ് വെലോസിറ്റി ആയതുകൊണ്ട് തന്നെ m/s ആണ്. ആരുടെ വെലോസിറ്റി എന്ന് പറയുന്നത്? റൈഫിളിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. അത് ഈക്വൽ വെലോസിറ്റി ആണ്. എന്താ, ബുള്ളറ്റ് മുമ്പോട്ട് പോകുമ്പോൾ റൈഫിൾ ബാക്കോട്ടാണ് വരുന്നത്. ബുള്ളറ്റിന്റെ പോസിറ്റീവ് ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വെലോസിറ്റി പോസിറ്റീവ് ഡയറക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഗണ്ണിന്റെ വെലോസിറ്റി നെഗറ്റീവ് ആയിട്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് വന്നിട്ടുള്ളത്. ആ കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഫൈനൽ മൊമെന്റം ആൻഡ് കൈനറ്റിക് എനർജി ഓഫ് ദി ബുള്ളറ്റ് ആൻഡ് റൈഫിൾ. അതായത് റൈഫിളിന്റെയും അതേപോലെ തന്നെ ബുള്ളറ്റിന്റെയും ഫൈനൽ കൈനറ്റിക് എനർജി കാണണം, മൊമെന്റും കാണണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ B എന്ന് കൊടുക്കുകയാണ് കേട്ടോ. B എന്ന് എഴുതാണ്. ബിന്റെ ആൻസർ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നതാണ് P ഓഫ് റൈഫിൾ, അല്ലെങ്കിൽ PR എന്നിട്ട് മതി. എന്താണ്? മൊമെന്റം ഓഫ് റൈഫിൾ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? മാസ് ഓഫ് ദി റൈഫിൾ ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി റൈഫിൾ. എപ്പോഴാണ് വെലോസിറ്റി? 2 ആഫ്റ്റർ കൊളിഷൻ അല്ലെ. ഫൈനൽ ആയിട്ടുള്ള മൊമെന്റ് കൈനറ്റിക് എനർജിയാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ആഫ്റ്റർ ആയിട്ടുള്ളതാണ് പരിഗണിക്കേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ എന്താ വരിക? MR മാസ് ഓഫ് ദി റൈഫിൾ എന്ന് പറഞ്ഞാൽ 3 കിലോഗ്രാം ആണ്. 3 × എന്താണ്? VR2 3 കിലോഗ്രാം ആണുള്ളത്. പിന്നെ VR2 എന്ന് പറഞ്ഞാൽ റൈഫിളിന്റെ വെലോസിറ്റി. ഓക്കെ, അതായത് എക്സ് ഡയറക്ഷനിൽ. ഇവിടെ എക്സ് ഇട്ടാലിട്ടിയിലോ കുഴപ്പമില്ല, നിങ്ങൾ ഒന്നെങ്കിൽ എഴുതി കൊടുക്കണം എക്സ് ഡയറക്ഷനിലാണ് ഉള്ളത് നിങ്ങൾ, അല്ലെങ്കിൽ ഇതേപോലെ സൂചിപ്പിക്കണം. ഓക്കെ, VR2x എന്ന് എഴുതി പോവാണ് ഞാൻ. ഓക്കെ, VR2x. അപ്പൊ എന്താണ്? VR2x നമുക്ക് കിട്ടിയിട്ട് എന്താണ്? -0.5 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു -3/2 കിലോഗ്രാം m/s ആണ് എന്ത് നമ്മളുടെ റൈഫിളിന്റെ ഫൈനൽ ആയിട്ടുള്ള മൊമെന്റ് വരുന്നത് അല്ലെ. ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ് ഇത് വരുന്നത്. അപ്പൊ മൊമെന്റ് ഇങ്ങോട്ടേക്കാണ് വരിക. അതിന്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് ബുള്ളറ്റിന്റെ ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇവിടെ -3/2 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുള്ളറ്റിന്റെ മൊമെന്റം ഫൈനൽ മൊമെന്റ് എന്തായിരിക്കും? പോസിറ്റീവ് 3/2. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെ വരിക? momentum of the bullet നെ PB എന്ന് വിളിച്ചു, which is equal to mass of the bullet into velocity of the bullet after എന്താണ് ഫയറിങ്. പിന്നെ എക്സ് ഇട്ട് എക്സ് ഡയറക്ഷനിലാണ്. അപ്പൊ എന്താണ് MB മാസ് ഓഫ് ദി ബുള്ളറ്റ് എന്താണ് ഇവിടെ 5/10⁻³ ആണ്, which is equal to 5 divided by 10⁻³ into VB2 velocity of the bullet എന്താണ് 3 കഴിഞ്ഞിട്ട് 2 0, അപ്പൊ 3 into 10⁻²2 എന്നിട്ട്. ഓക്കെ, 5 into 3 എന്താണ്, which is equal to 15 ആണ്. ഓക്കെ, 15 ആണ്. പിന്നെ ഇവിടെ എന്താ വരിക, 2 3 പോകണം, അപ്പൊ ഇൻറ്റു 10⁻³ -1 എന്ന് വരും. അതായത് 15 divided by 10 വരും.
ഈ 15/10 നമ്മൾ വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? 3/2 ആണ് കേട്ടോ. ഇവിടെ നെഗറ്റീവ് അടിക്ക് വന്ന പോസിറ്റീവ് ആവും. നമ്മൾ അടിയിൽ നിന്നുള്ളതിന് മുകളിൽ കിട്ടപ്പോൾ എന്തായിട്ട് മാറി? നെഗറ്റീവായി. അപ്പൊ മുകളിലുള്ള സാധനത്തിന് അടി കിടുമ്പോൾ പോസിറ്റീവ് ആവും. ഇവിടെ 10⁻1 ഉണ്ട്. 10⁻1 10 ആക്കിയത്. അപ്പൊ 3/2 എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് എന്ത് വരിക? ഈ ഒരു എന്താ പറയാ ബുള്ളറ്റിന്റെ ഫൈനൽ ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറയാം. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ആയി പോകുമ്പോൾ എന്താവും? ടോട്ടൽ ഫൈനൽ മൊമെന്റം കൺസർവ്ഡ് ആയി 0 ആയി. ഇനിഷ്യലി തോക്ക് ഇങ്ങനെ കൈ പിടിച്ചപ്പോൾ ബുള്ളറ്റ് നിറച്ച് പിടിച്ചപ്പോൾ റെസ്റ്റിലായിരുന്നു. തോക്ക് അനങ്ങളില്ല, ബുള്ളറ്റ് അനങ്ങളില്ല. അതിന്റെ വെലോസിറ്റി 0 ആണ്. ദർഫോർ എന്താണ്? മൊമെന്റം 0 ആണ്. ഫയർ ചെയ്തപ്പോൾ എന്തായി? ബുള്ളറ്റ് ഇങ്ങോട്ട് പോയി, റൈഫിൾ കുറച്ച് ബാക്കിക്ക് നീങ്ങി, ഫ്രീയിൽ പിടിച്ചോണ്ട് ഞാൻ ബാക്കിക്ക് നീങ്ങി, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുക്കണില്ല. അപ്പൊ എന്തായി? കൺസർവേഷൻ മൊമെന്റ് പ്രകാരം 0 ആണ്. രണ്ടും നമ്മൾ ക്യാൻസൽ ആയി പോകും. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? കൈനറ്റിക് എനർജി ചോദിച്ചത്. കൈനറ്റിക് എനർജി ഓഫ് ദി ബുള്ളറ്റും കൈനറ്റിക് എനർജി ഫൈനൽ ആയിട്ടുള്ളതാണ് ചോദിച്ചത്. പിന്നെ അതേപോലെ തന്നെയാണ് കൈനറ്റിക് എനർജി ഓഫ് ദി റൈഫിളും. ഇനീഷ്യൽ എന്തായിരിക്കും കൈനറ്റിക് എനർജി? ഇനീഷ്യലി 0 ആയിക്കാരല്ലേ. കാരണം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന എനർജിയാണ്. ഇവിടെ റൈഫിൾ ഇനീഷ്യലി മൂവ് ചെയ്യുന്നില്ല. വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ സ്ഥലം ഒഴിവ് കാണുന്നുണ്ട്. അപ്പോ കൈനറ്റിക് എനർജി ഓഫ് ദി റൈഫിൾ കാണാം, which is equal to half mass of the rifle into velocity of the rifle. അതായത് VR2 x direction VR2 കൊടുത്താൽ കുഴപ്പമില്ല. which is equal to 1/2 into MR എന്താ? മാസ് ഓഫ് ദി റൈഫിൾ തന്നിട്ടുണ്ട് 3 കിലോഗ്രാം ആണ്. അപ്പൊ ഇൻറ്റു 3, പിന്നെ ഇൻറ്റു ഇവിടെ സ്ക്വയർ ഉണ്ട്, ബി സ്ക്വയർ, ഹാഫ് എം ബി സ്ക്വയർ ആണ് നമ്മള് എന്തിന്റെ ഇക്വേഷൻ, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. അപ്പൊ VR2x, അതായത് VR2x എന്താണ്? -1/2 ആയിക്കാരം അല്ലെ. അവിടെയാണ് VR2x എന്നാൽ -1/2 ആണ് ഇതിന്റെ റൈഫിളിൻ്റെത്. അപ്പൊ 1/2ന്റെ സ്ക്വയർ വരും, which is equal to എന്താണ്? ഇവിടെ സ്ക്വയർ മുകളിലത്തിന്റെ അടിയത്തിന്റെ സ്ക്വയർ എടുക്കാം. -1ന്റെ സ്ക്വയർ 1 ആണ്. അപ്പൊ 1 into 2ന്റെ സ്ക്വയർ 4 ആണ്. ഇപ്പൊ ഈ ഒരു കാര്യം ചെയ്തു. പിന്നെ മുകളിൽ 3 into 1 ഉണ്ട്, ആ 3 അങ്ങനെ എഴുതി. പിന്നെ അടിയിൽ 2 ഉണ്ട്. അപ്പം എന്താണ്? into 2, which is equal to 3/8 ജൂൾ ആണ് എന്ത്? റൈഫിളിന്റെ കൈനറ്റിക് എനർജി വരുന്നത്. അതേപോലെ കൈനറ്റിക് എനർജി ഓഫ് ദി ബുള്ളറ്റ് കണ്ടോക്കാം, which is equal to half mass of the bullet into velocity of the bullet ന്റെ 2x into 2x എന്നത് x ഡയറക്ഷനിൽ കൊണ്ട് പറയണില്ല, which is equal to 1/2 into mass of the bullet എന്ന് പറയുന്നത് എന്താണ്? 5 into 5/10⁻³ ആണ്. into VB2x എന്ന് പറഞ്ഞു കഴിഞ്ഞാല് VB2x അതായത് ബുള്ളറ്റിന്റെ ഈ ഒരു സംഭവം 300ന്റെ സ്ക്വയർ. ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ, your final answer is 225 joule. ഓക്കെ, സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? അത്രക്കും സ്പീഡിലാണ് നമ്മളെടുത്ത് പോകുന്നത്, ബുള്ളറ്റ് പോകുന്നത്. നമ്മൾ ബുള്ളറ്റ് പോകുന്നത് എത്രയാണ്? 300 മീറ്റർ/സെക്കൻഡിലാണ് പോകുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് എന്ത് കൂടും? വെലോസിറ്റി കൂടിയോണ്ട് തന്നെ കൈനറ്റിക് എനർജി കൂടും. പിന്നെ നമ്മള് ഗണ്ണ് റീകോയിൽ ചെയ്യുന്നത് വെറും 0.5 മീറ്റർ/സെക്കൻഡിലാണ്. കുറഞ്ഞ വെലോസിറ്റി ഉള്ളൂ, കുറഞ്ഞ എനർജി. ഓക്കെ, അപ്പൊ കാര്യങ്ങൾക്ക് സെറ്റ് ആക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ, കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ, പിന്നെ ഗ്രാം എന്ന് അങ്ങനെ കിലോഗ്രാം ഒക്കെ ആക്കാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. താങ്ക് യു.